ഫുള്ള് വെടിയും പുകയാണല്ലോ. DJ സുന, സോറി സന. ഒന്നും പറയാനില്ല. ഇടയ്ക്ക് DJ സുനയുടെ സനയുടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എടേ കണ്ടപ്പോ ഞാൻ ലോകം കണ്ട നന്മ വരവെന്നോ നല്ല പിള്ളയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവരുടെ ഡ്രസ്സിങ് എന്ന് വെച്ചിട്ട് അവരായത്തരം കാണിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയണേ, ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക. DJക്ക് പോയാവോ DJക്ക് ഇടുന്നൊക്കെ ഇടാം. പക്ഷെ എന്ന് വെച്ചിട്ട് ഇവിടെ കുറെ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കുറെ കാമപ്രാന്തന്മാരുണ്ട്. അവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശരീരങ്ങളിൽ മറച്ചു വെക്കേണ്ട പല ഭാഗങ്ങളെയും കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ തരാം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് കാണിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പണ്ടേക്ക് കുറെ വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറെ ആണ്ടുകൾക്ക് മുന്നേ നമ്മുടെ പൂർവികർ, അത് സ്ത്രീകൾ തന്നെയാണ് മെയിൻ, അവർക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്ത് അവർ സമരം ചെയ്തു. അവർക്കും സ്വാതന്ത്ര്യം വേണം. അതായത് മറ്റേ നമ്പൂതിരിയും വലിയവനും മാത്രമേ മാറുമറയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള അവർക്ക് അവരുടെ കുടുംബത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ. താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ സമരം ചെയ്തു അവർ നേടിയെടുത്തു. അതിനുള്ള സ്വാതന്ത്ര്യം അവർ നേടിയെടുത്തു. അതിന് ഒരുപാട് സ്ത്രീകൾ തൻ്റെ ജീവനൊക്കെ വെടിഞ്ഞിട്ടുണ്ട്. നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹിസ്റ്ററിയിൽ മാറർത്ത് കളഞ്ഞിട്ട് സമരം ചെയ്ത ചരിത്രങ്ങൾ വരെയുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ടും സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്തുകൊണ്ടും പഴയ സ്ത്രീകൾ, പൂർവികർ നമുക്ക് വേണ്ടി, നമ്മുടെ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ നേടിയെടുത്ത ഒരു സംഭവമാണ് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം. അതെന്നാൽ ഇന്ന് ചിലർ അത് വെട്ടിക്കളഞ്ഞിട്ട് മാറി കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു പോക്കിൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും എന്റേതല്ലേ വാവേന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മോശമാണ് സത്യം പറയാമല്ലോ. ഇവിടെ ഓരോരുത്തർ റീച്ചിന് വേണ്ടിയിട്ട് കിടന്ന് പേക്കൂത്തുകൾ കാണിക്കാറുണ്ട്. സ്വന്തം ശരീരഭാഗങ്ങളെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ, അതിൽപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ഘടമാണ് ഒരു DJ പാർട്ടി. ഞാൻ നോക്കിയപ്പോൾ മൊത്തം ആണുങ്ങളും അവിടെ ഉണ്ടേ. സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാമക്കടവുകളെ, നിനക്കൊന്നും വേറെ പണിയില്ലടാ. ഇതിനേക്കാളും നല്ല വീട്ടിൽ 2 തുണ്ട് കാണുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇമാതിരി അപരാധങ്ങളും പോയി കണ്ടുകൊണ്ട് നിന്ന് ഓരോ തുള്ളലും കണ്ടിട്ട് നടക്കുന്ന എന്തിനാണ്? അതുപോലെ സ്ത്രീകളെടുത്ത് എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ ശരീരത്തിൽ നാട്ടുകാരെ കാണിക്കേണ്ടൊക്കെ കാണിക്കുക. അല്ലാണ്ട് ചുമ്മാ മറച്ചു വെക്കേണ്ട സാധനങ്ങൾ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ശരി എന്ന് വെച്ചിട്ട് എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ഫെയർ അല്ലടേ. എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ എന്നെ വിമർശിക്കും, നിനക്കെന്താടാ അവരെന്തെങ്കിലും കാണിക്കട്ടാ, ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ ഡ്രസ്സിങ് എന്ന് ചിലപ്പോൾ ചിലവരൊക്കെ വാദിക്കും. എങ്കിലും എനിക്ക് യോജിപ്പില്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ്. അതെന്തുവാ, നമുക്ക് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത്, അവരെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ട് ആവണം. അല്ലെങ്കിൽ അത്രയും കാമക്കടുവായിരിക്കണം, കാമപ്രാന്തനായിരിക്കണം, വിവരം ബോധം ഇല്ലാത്തവരായിരിക്കണം. അല്ലാതെ ഒരു സ്ത്രീയെ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു മാന്യത വേണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങൾക്ക് ആ വിഷയം വീശേണ്ടി വരുന്നില്ല. ആണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയം ഇല്ല, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷെ പെമ്പിള്ളാര് അവരുടെ ഡ്രസ്സിങ് കുറച്ചൊന്ന് നോക്കുക. പ്രത്യേകിച്ച് ഇതൊക്കെ എന്തുവാ ഈ DJ സനയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണും തള്ളി നിന്ന് മൂഞ്ചി ഇരിക്കുന്ന അവസ്ഥയാണ്. പണ്ട് ഞാൻ പറഞ്ഞതുപോലെ മാറ് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയെങ്കിൽ ഇന്ന് മാറ് കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് ചിലർ. ഇത് നല്ലതല്ല. അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ശരീരഭാഗങ്ങളെ വച്ച് നാട്ടുകാരെ, അതായത് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ കാമക്കടുവകളെ ഒരുമാതിരി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ശരീരഭാഗങ്ങളെ കാണിച്ചുകൊണ്ട് റീച്ച് നേടുന്ന ഒരുപാട് എണ്ണം, അത് ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാണാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും വീണ്ടും കുറവെന്ന് പറയാം. പക്ഷെ ഇൻസ്റ്റാ എടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണം ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞവന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അങ്ങനത്തെമാരെ ഫോളോവേഴ്സ് ആക്കിക്കൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കുക, സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുക. അത് തന്നെയാണ് ഓൺലൈനിലൂടെ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന കുറെ എണ്ണം ഇന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ DJ സന തന്റെ ശരീരത്തിലുള്ള ചില ഭാഗങ്ങളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കയറി നിന്നും കൊണ്ട് അവിടെ ഉള്ള കുറെ അമ്മമാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. ഇത് ചർച്ചയാകുമെന്നും ഇതിനെതിരെ വിമർശനങ്ങൾ വരുമെന്നും അവർക്കും അറിയാം. നമ്മൾ വിമർശിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കെതിരെ ചീത്തവിളിയും തെറിവിളിയൊക്കെ വരും. ഇനി വിമർശിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവർക്കറിയാം വിമർശനങ്ങൾ വരും എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇമാതിരി പേക്കൂത്തുകൾക്ക്
കൂട്ടു നിൽക്കുന്നതെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. എന്നാൽ എനിക്ക് യോജിപ്പില്ലടേ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശീതളിസം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. അവരൊരു സ്ത്രീയല്ലേ, നമുക്കൊരു സ്ത്രീയെ പറയുന്നതിൽ ഒരു പരിധിയുണ്ട്, പക്ഷെ അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. എനിക്ക് മെയിലിലൂടെയും വാട്സപ്പ് മുഖേനയും 14 പേർ അയച്ചു തന്ന ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഈ സംഗതി എന്റെ കണ്ണിൽ ഇതിന് മുമ്പ് പെട്ടെങ്കിലും സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് പുരുഷന്മാരോട് മാത്രമാണ്. പെണ്ണുങ്ങളോട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു മടുത്തു. ആദ്യം തന്നെ പറയട്ടെ, സ്ത്രീകളുടെ സ്ഥാനങ്ങൾ അഥവാ മൂലകൾ, അത് 90കളിലൊക്കെ ജനിച്ച എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരു അമ്മിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ഒരു അവയവം അല്ലെ. സ്ത്രീകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് വരെ അത് ആരും കാണാതെ മറച്ചു പിടിച്ച് പാല് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത്. അതിനപ്പുറം എന്തെങ്കിലും ഒരു മുതലെടുപ്പിനുള്ള ഉപകരണമായിട്ടോ ഉപാധിയായിട്ടോ ഈ സ്ഥലങ്ങളെ ഞങ്ങൾ ആരും കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് സംസാരിക്കേണ്ടി വരുമ്പോഴും വല്ലാത്തൊരു സമ്മർദ്ദം എനിക്ക് ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം എന്താ പറയുക, ഈ സമ്മർദ്ദത്തിന് കാരണം ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഇതൊരു ജീവനോപാധിയായിട്ട് എടുത്തിരിക്കുകയാണ്. വലിയ മുലകളുള്ള സ്ത്രീകൾക്ക് എളുപ്പത്തിൽ പണക്കാരാകാം എന്നൊരു സന്ദേശം പറയാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന പുതിയ തലമുറയിലും പഴയ തലമുറയിലും പെട്ട സ്ത്രീകളെ നമുക്കിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിട്ട് കാണാം. എന്തൊരു അവസ്ഥയാണ് ഇതെന്ന് ചിന്തിക്കാം. ഒരു കാലത്ത് ഇവിടെ മറയ്ക്കാനൊക്കെ സ്ത്രീകൾ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു, സമരങ്ങൾ നടത്തിയിരുന്നു. 18ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു അനീതിയായിരുന്നു ഈ മുലക്കരം എന്നുള്ളത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറിടം മറയ്ക്കണമെങ്കിൽ അതിന് രാജാവിന് കരം കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതിനെതിരെ മുല മുറിച്ചുകൊണ്ട് പ്രതിഷേധിച്ച നങ്ങേലിയൊക്കെ ഇന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ 91 ജനിച്ച ആളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ജനിച്ച് വളർന്നതുകൊണ്ടും ഇതിനോടൊന്നും വലിയ പരിചയമില്ലാത്തത് കൊണ്ടും ആയിരിക്കാം ഈ പുതിയ വിപ്ലവങ്ങൾ എന്ന് ഉൾക്കൊള്ളാൻ എനിക്കൊന്നും സാധിക്കുന്നില്ല. ഞാനിത് വിഷയമാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരുപാട് യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നുള്ളതാണ്. അവരുടെ ഡ്രസ്സിംഗ് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സൗകര്യമല്ലേ, ആർക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട്? എന്തിനാണ് മറ്റൊരാളുടെ വസ്ത്രധാരണത്തിൽ കയറി നമ്മൾ ഇടപെടുന്നത്? വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമല്ലേ. ഇത് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എനിക്കത് കണ്ടപ്പോൾ വസ്ത്രം ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുവദിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ടോ അല്ലെങ്കിൽ ഉറക്കെ അതിനുവേണ്ടിയുള്ള ഒരു നിലവിളിയായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ശരി, ആ ഡ്രസ്സിലുള്ള സെലക്ഷന്റെ പ്രശ്നമായിരിക്കും, ആ ഡ്രസ്സിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ കരുതിയെങ്കിലും ഒരു 8-9 വീഡിയോകൾ തുടർച്ചയായിട്ട് ഞാൻ പരിശോധിച്ചപ്പോൾ ഈ സ്ത്രീയുടെ ജോലി ഇത് തന്നെയാണ്. മാരുടെ പകുതിയിലധികവും പ്രദർശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാതെ മുഴുവൻ തുറന്നിരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ സ്റ്റേജിൽ നിന്ന് ചാടുക. DJ എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. കുറെ പുകയും വെട്ടവും മ്യൂസിക്കും ഒക്കെ കാണും. അവർ പാടുന്നില്ല, എന്തൊക്കെയോ ഹൊയ് പണ്ടത്തെ നമ്മുടെ വായ്ത്താരിയൊക്കെ പാടിക്കൊണ്ട് ഈ സ്റ്റേജിൽ കിടന്നുള്ള ചാട്ടം തന്നെ. ആ ചാട്ടം കാണാൻ ചുവട്ടിൽ കൂടിയിരിക്കുന്ന ആണുങ്ങൾ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്റെ പൊന്നും മണ്ടന്മാരെ, അതെ അങ്ങനെ വിളിക്കാൻ നിർത്തിയില്ല. ഇഷ്ടംപോലെ സർജറികൾ ഇന്നിപ്പോൾ ലഭ്യമാണ്. നമ്മുടെ വൈദ്യശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗമിച്ചു. ഏത് വലുപ്പത്തിൽ വേണം എങ്കിലും നമുക്ക് ഒരുവിധം പൈസ ഉള്ളവർക്കൊക്കെ അത് ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ പോലും ലഭ്യമാണ്. നിങ്ങളൊക്കെ ഈ ഒരു വെറും നിസാരമായിട്ടുള്ള ഈ ഒരു പ്രദർശനത്തിൽ വീണു പോകുന്നവരാണല്ലോ എന്നുള്ളതാണ് ഈ ഒരു കാലത്തും 2026 ഇതൊക്കെ കണ്ട് അടുത്തതിൽ വീഴാൻ കിടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നിങ്ങളൊക്കെ മുതലെടുക്കുകയാണ്, നിങ്ങളൊക്കെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള അവയവമാണ്? ഒരു നന്മയുള്ള അവയവം അല്ലെ. 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ആശ്രയമാകുന്ന, ആഹാരത്തിനും ചൂടിനും അവരുടെ ജീവനും ആശ്രയമാകുന്ന ഒരു വളരെ നന്മയുള്ള അവയവം. ഒരു സ്ത്രീ കുഞ്ഞിന് പാലൂട്ടുമ്പോൾ അനുഭവിക്കുന്ന ആ സംതൃപ്തി, ആ ഒരു വികാരം, അത് അറിഞ്ഞിട്ടുള്ളവരാരും അത് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ആട്ടം നടത്തത്തില്ല. ശരി, അവർക്ക് ഇനിയിപ്പോൾ നാച്ചുറൽ ആയിട്ട് അത്രയും അങ്ങ് വലിയ സ്ഥാനങ്ങൾ ഉണ്ടായിപ്പോയി, അത് അവരുടെ തെറ്റാണോ? അല്ല, അത് തെറ്റല്ല. പക്ഷേ അത് ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അതൊരു തെറ്റായ മാതൃകയാണ്. കാരണം കണ്ടമാനം സ്ത്രീകൾ, അയ്യോ ഇത് പറഞ്ഞ് ഞാൻ മടുത്തു. കണ്ടമാനം സ്ത്രീകൾ ഇങ്ങനെ ലൈവുകൾ ഇപ്പോൾ ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിവസ്ത്രം ഇടാതെ അവരുടെ ഉള്ളിലുള്ള ഈ ഒരു സാധനമൊക്കെ കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ഒരുപാട് മെനക്കെട്ടാണെന്ന് തോന്നുന്നു തിരഞ്ഞെടുക്കുന്നത്. വല പോലെയുള്ള ഡ്രസ്സൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് കാണാൻ വായും പൊളിച്ച് ഉമ്മിനീരും ഫോണിന്റെ ഡിസ്പ്ലേയിൽ വീഴ്ത്തി കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആളുകൾ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെയൊക്കെ ലൈവിലുള്ളത്. ആവശ്യമുള്ള ഒരു കാര്യം പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും ഉള്ളതൊക്കെ തന്നെ ഇത്. ഞാൻ കുട്ടികളൊക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണേ. മുതിർന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, വിവാഹിതരായിട്ടുള്ള ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർക്കില്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള ഒന്നും ഇവളുമാർക്കൊന്നും ഇല്ല. ഇത് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വലുപ്പത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരാം. വലുപ്പം ഇല്ലാത്തവരുണ്ടെന്ന് കാണിക്കാൻ ഇവരുടെയൊക്കെ ബിസിനസിന്റെ ഭാഗമായിട്ട്, ജോലിയുടെ ഭാഗമായിട്ട് പലതും വെച്ച് കെട്ടുന്നുണ്ടാകാം. ട്രീറ്റ്മെന്റുകളിലൂടെയും സർജറികളിലൂടെയും വലിപ്പം കൂട്ടുന്നുണ്ടാകാം. അതൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾക്കുള്ളതുകൊണ്ട് സംതൃപ്തരാകും മനുഷ്യരെ. വെറുതെ ഇതും ഫോണിൽ നോക്കി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട സമയമല്ലേ കളയുന്നത്? ഇനി അത് മ്യൂസിക് ആണോ? ഇതൊക്കെ ഒരു ആഘോഷമാണോ? ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ എന്നെ കുലസ്ത്രീ എന്ന് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞാൽ അറ്റാക്ക് ചെയ്താൽ എനിക്കൊരു കുഴപ്പമില്ല. ഇത് എനിക്ക് എന്നെ പോലെ അവർക്ക് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 14 പേര് എനിക്ക് മാത്രം മെസ്സേജ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും പ്രശ്നം താങ്ങാൻ വയ്യാതില്ലേ? ഇതൊന്ന് കൂടി വരികയാണ്. ഇതിന് മറ്റൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ഏജ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് യൂട്യൂബ് ഒന്നും ഉപയോഗിക്കാൻ വയസ്സൊന്നും ചോദിച്ചിട്ടല്ല യൂട്യൂബ് ലൈവുകളൊന്നും ആളുകളുടെ മുന്നിലോട്ട് പോകുന്നത്. നമ്മുടെ കൗമാര പ്രായത്തിൽപ്പെട്ട കുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഇത്തരം സംഭവങ്ങൾ മുന്നിലോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്താണ് ഇതെന്നുള്ളൊരു കൗതുകം അവർക്ക് അമിതമായിട്ട് അവരിൽ ഉണ്ടാകുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താ നടക്കുന്നത് നമുക്ക് ഊഹിക്കാലോ. സ്വന്തം കഞ്ചാവൊക്കെ ഉപയോഗിച്ചതിന് ശേഷം സ്വന്തം വീട്ടിലുള്ള അമ്മയെയും സഹോദരിമാരെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുള്ള പയ്യന്മാരുണ്ട്. ഒരുവിധപ്പെട്ട മനുഷ്യരൊന്നും പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എത്ര പേരുടെ അനുഭവം നമുക്കറിയാം. സ്വന്തം മകന്റെ ശല്യം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അമ്മമാരി കേരളത്തിലുണ്ട്. അതിനൊക്കെ ഒരു പരിധി വരെ ഇത്തരം പ്രദർശനങ്ങളും ആട്ടം അഴിഞ്ഞാട്ടം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല. പാട്ട് പാടാൻ കയറുന്നവരൊന്നും ഇപ്പോൾ പാട്ടല്ല കാണിക്കുന്നത്. സത്യമല്ലേ? തുള്ളുകയാണ്, പാട്ടില്ല. ഇതുപോലെ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കിടന്ന് മുടി ആട്ടുന്നു, മുലയാട്ടുന്നു, പിന്നാമ്പുറം ആട്ടുന്നു, എവിടെയൊക്കെ ആട്ടാവും. ഇതിൻ്റെയൊക്കെ ആട്ടല്ലാതെ പാട്ട് മാത്രം നമ്മൾ കേൾക്കുന്നില്ല. പുറകെ എന്തൊക്കെയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളുടെ ശബ്ദം കേൾക്കാൻ, കുറെ വെടിയും പുകയോ അല്ലാതെ ഒരു വക നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പാട്ടുകാർക്ക് ഇപ്പോൾ പാട്ടല്ല, അവർ ഡാൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. പാട്ട് മാത്രം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നേരെ ചൊവ്വേ തുണി എടുത്ത് പോകുന്ന ആളുകളെ കാണാൻ ആളില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വെറൈറ്റി മാറ്റി പിടിക്കാം, നമുക്ക് എത്രത്തോളം പ്രദർശിപ്പിക്കാം, എത്ര വലുത് നമ്മുടെ കൈവശം ഉണ്ടോ അത്രത്തോളം നമ്മൾ വിജയിക്കും. നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള അവസ്ഥയിലേക്ക് പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കും. ഒരു കണക്കിന് ആണുങ്ങൾ ഇങ്ങനെയുള്ള ഷോ ഒന്നും നടത്തുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായി പ്രകൃതി കൊടുത്തിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയാതെ അതിനെ ഒരു ജീവിതമാർഗ്ഗമാക്കുന്ന ഇങ്ങനെയുള്ള ഇവളുമാരെ എന്താ വിളിക്കേണ്ടത്, അതിനുള്ള വിശേഷണം ഇതുവരെ കിട്ടിയിട്ടില്ല.
അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ചെയ്യേണ്ടത് ആണുങ്ങളെ നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ വളർന്നു വരികയല്ലേ, ആൺകുട്ടികൾ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അടുത്ത തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി എന്താകും? നിങ്ങൾ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. ചെന്ന് കാണാൻ ആളില്ലാതെ വരുമ്പോൾ ഇവന്മാരൊക്കെ തന്നെ അടങ്ങിക്കോളും. ഇവരാരും കലയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, കല നന്നാകണം എന്നുള്ള ഒരു ലക്ഷ്യവും ഇവർക്കില്ല. ഇവരുടെ വയറ് നിറയണം, ഇവരുടെ കീശ നിറയണം, അതിനുവേണ്ടി കാണിക്കുന്ന പേക്കൂത്താണ്. എനിക്ക് ആദ്യം പറഞ്ഞത് ഇതിപ്പം വീണ്ടും സംസാരിക്കേണ്ടി വന്നത് ഒരുപറ്റം ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടെ സമൂഹമാധ്യമങ്ങളിലൂടെ കാണുകയാണ്. എന്തിനാണ് അവരുടെ ആഗ്രഹത്തിലും സ്വാതന്ത്ര്യത്തിലും നമ്മൾ കൈകടത്തുന്നത് എന്ന് ഇതിനെ വിമർശിക്കുന്നവരോട് ചോദിക്കുന്ന അവസ്ഥ. പിന്നെ ഒരുപാട് എന്റെ പ്രായത്തിലൊക്കെ പെട്ട ഒരുപാട് സ്ത്രീകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ നല്ല കാര്യം. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രതിഷേധിക്കാമോ, നിയമപരമായിട്ട് പ്രതിഷേധിക്കാമോ അങ്ങനെയൊക്കെ പ്രതിഷേധിക്കുക. കൂടുതലും ഇതൊക്കെ ആണുങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിന്ന് കാണാൻ പോകരുത്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? സ്വന്തം വീട്ടിലുള്ള പെണ്ണിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ, അഴക് അറിയണമെങ്കിൽ അടുത്തവന്റെ ജനലിൽ കൂടെ നോക്കണമെന്ന് പറയും. വീട്ടിലിരിക്കുന്ന പെണ്ണുപിള്ളെ ചെന്ന് നോക്കിക്കുക വിശദമായിട്ട്. ഇതിനേക്കാളും എത്രയോ സുന്ദരിയായിരിക്കും അവൾ. നിങ്ങളുടെ മക്കളെ പ്രസവിച്ചവളല്ലേ, നിങ്ങളെ പ്രണയിച്ചവളല്ലേ, നിങ്ങൾക്ക് വേണ്ടി സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവളല്ലേ, നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുന്നവളല്ലേ, അവളെ ചെന്ന് വിശദമായിട്ട് നോക്കി. ഓക്കെ, ഇവിടെ ശീതളിസം പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ അതുപോലെ തന്നെ ശരീരം വിറ്റ് ജീവിക്കുന്ന കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പുരുഷന്മാര് പ്രതികരിക്കുമ്പോൾ നിനക്ക് നാണമില്ലടാ എന്ന് ചിലപ്പോൾ ചോദിക്കും. എന്നാലും ഞാൻ പറയുന്നു, ഇവിടെ മെമ്പർഷിപ്പ് ഹോളുകൾ കുറേ എണ്ണമുണ്ട്. ഈ മെമ്പർഷിപ്പ് ലൈവ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പേക്കൂത്തുകൾ അഴിഞ്ഞാട്ടങ്ങളുമാണ്. ഇന്ന് വളർന്നു വരുന്ന തലമുറ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിട്ടും കാട്ടി കൂട്ടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. തോന്നിവാസങ്ങളും അപരാധങ്ങളും ഓരോ പിള്ളേരെ അങ്ങോട്ട് വഴിതെറ്റിക്കുക. വളർന്നു വരുന്ന കുട്ടികളൊക്കെ നശിച്ച് നാറാണത്താവുന്ന രീതിയിലുള്ള അപരാധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു തടയിടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നടക്കൂ ഇല്ലെന്നൊന്നും. കാരണം ഇന്ന് ഇൻസ്റ്റാഗ്രാം എക്സാമ്പിൾ എടുത്താൽ മതി. എക്സാമ്പിൾ എടുത്തിട്ട് നമ്മളെ ഫീഡൊന്ന് 2 റീൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണത്തിൽ ഒരു 3 എണ്ണം അപരാധമായിരിക്കും. ഇതാണ് നടക്കുന്നത്. അതും പേക്കൂട്ടുകളും സ്വന്തം ശരീരങ്ങളെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവളുമാര് ഇങ്ങനെയൊക്കെ തന്നെ പറയേണ്ടി വരും. പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം, ഇത് നമ്മൾ ആണുങ്ങൾ ആദ്യം തീരുമാനം എടുക്കണം. ഇതുപോലത്തെ അപരാധങ്ങൾ കാണാൻ നമ്മൾ പോവത്തില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ അപരാധം പ്രോഗ്രാംസ് കാണത്തില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള അപരാധം വീഡിയോകൾ ഇടുന്നവളുമാരെ ഫോളോ ചെയ്യത്തില്ല എന്നുള്ളൊരു ദൃഢമായ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവളുമാരെ മൂഞ്ചത്തേ ഉള്ളൂ. ഇതൊരിക്കലും പെണ്ണുങ്ങളല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ആണുങ്ങൾ ഇവളുമാരെ സാധനങ്ങൾ കാണാൻ കിടക്കുന്നത് കൊണ്ടാണ് ഇവളുമാര് വളരുന്നത്. ഇത്തരം ശരീരഭാഗങ്ങളെ കാണിച്ച് നാട്ടുകാരെ ഇങ്ങനെ അവരുടെ സെക്സ്വൽ ഫ്രസ്ട്രേഷനെ ചൂഷണം ചെയ്തുകൊണ്ട് അപരാധങ്ങൾ കാണിക്കും. എന്നിട്ട് ഇവളെയൊക്കെ കണ്ടുകൊണ്ട് ഒരു അപരാധ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവ എന്നെ മറ്റേ നോട്ടം നോക്കിയെന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കും. അല്ലെങ്കിൽ അടുത്തൊരുത്തം നിന്ന് കഴിഞ്ഞാൽ അവൻ എന്റെ മറ്റടുത്ത് തട്ടിയെന്ന് പറഞ്ഞു കൊണ്ടുപോയി കേസ് കൊടുക്കും. എന്നിട്ട് ഇവളുമാരെ അതിജീവിത. ഇതൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തക്കതായ രീതിയിൽ നമ്മൾ ആണുങ്ങൾ തീരുമാനം എടുക്കണം. ഇനി ഇതുപോലുള്ള അപരാധികളുടെ ഒരു പരിപാടി നമ്മൾ കാണത്തില്ല. ഇതുപോലുള്ള ഒരുത്തിയെയും ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നിനും ഫോളോ ചെയ്യത്തില്ല. ഇതുപോലെ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാത്തിനും അൺഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മൂഞ്ചും. അതുപോലെ ഇതുപോലെയുള്ള സാമാനങ്ങൾ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കരുത്, ഒരു പ്രോഗ്രാമിനെ വിളിക്കല്ലേ. ഇതുപോലെ ശരീരം കാണിച്ച് എക്സ്പോസ് ചെയ്ത് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരെണ്ണത്തിനും ഒരു പരിപാടിക്കും വിളിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. അല്ലാത്ത പക്ഷേ ഇത് നിൽക്കത്തില്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആണുങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവളുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതെങ്ങനെ? ആസ്വദിക്കുക. കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. എവിടെ പോയി കാന്തപുരം ടീംസ് ഒക്കെ? ഇത്തരം തെരുവ് ഏഷ്യകളെ നിയന്ത്രിക്കാൻ സർക്കാരിൽ വകുപ്പില്ലേ? അതൊന്നും പറ്റത്തില്ല. ഉമ്മൺ ഫെമിനിസം അതിജീവിത. അതെ, എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയാ അവളുമാര്. നമ്മള് തെങ്ങിക്കയറും. തേങ്ങാക്കുലകൾ ആടുന്നു. അയ്യോ. പണ്ട് റേഷൻ കടയിൽ അരി വാങ്ങി സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് വരുമ്പോൾ 2 സൈഡിലേക്കും തൂങ്ങിക്കിടക്കുമായിരുന്നു അരി. ഇതൊക്കെ കാണാൻ പോകാൻ ആളുണ്ടല്ലോ, അതല്ലേ അവൾ കുലുക്കുന്നേ? അതെ, കാണാൻ പോകാൻ ആളുള്ളത് കൊണ്ടാണ് അവൾ കുലുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആണുങ്ങൾ തീരുമാനിക്കുക, ഇനി കുലുക്ക് കാണാൻ പോകരുതെന്ന്. അതേ പറയാനുള്ളത്. വരഞ്ഞു മുളക് തേക്കുന്ന ആണ് ഈ വക രോഗത്തിന് നല്ലത്. മാറുമറയ്ക്കാൻ സമരം ചെയ്ത സ്ത്രീകളുടെ നാടാണ് കേരളം. ഇപ്പോൾ അത് തുറക്കാനാണ് സമരം. ഓരോരോ ജനറേഷൻ ഗ്യാപ്പ്. ദേവിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്തരം അപരാധങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എന്തിനാണ് സ്വന്തം ശരീരം മറ്റുള്ളവന്മാരെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് കാണിച്ചുകൊണ്ട് പൈസ നേടുന്നു? മെമ്പർഷിപ്പ് ലൈവുകൾ, മെമ്പർഷിപ്പ് പോളികൾ ഇന്ന് എത്രത്തോളം കയറി വരുന്നുണ്ടെന്നറിയാമോ? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അപരാധം കാണിക്കാനുള്ള ഒരു ഓപ്ഷനാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെ നമ്മൾ പുരുഷന്മാര് ശക്തമായിട്ട് ഒരു പ്രതിജ്ഞ പോലെ എടുക്കുക. ഇനി നമ്മൾ കാണത്തില്ല, ഇതുപോലുള്ള അപരാധികളുടെ പ്രോഗ്രാമിന് പോകത്തില്ല, ഇതുപോലുള്ള കോപ്പുകളെ ഒരു ഉദ്ഘാടനങ്ങൾക്ക് ഒന്നിനും വിളിക്കത്തില്ല, ഒരു പരിപാടി ഇതിനൊന്നും കൊടുക്കത്തില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ തീരും ഇവളുമാരുടെ ഈ ഒരു പരിപാടി. മനസ്സിലായോ? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല.
ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് ക്രോസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അവസാനം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ് നമ്മളെ പേരിൽ കേസ് കൊടുക്കും. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ച് ഇവളുമാര് കാണിക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകത്തുമില്ല. അവളുമാർ അത് ചെയ്ത മറ്റത് മറിച്ചത്. ഈ ഫെമിനിസ്റ്റുകൾ എവിടെയാണ്? ഏത് കുഴിയിൽ പോയാണ് ഒളിച്ചിരിക്കുന്നത്? നിനക്കൊക്കെ ഇപ്പൊ ഒന്നും മിണ്ടാനില്ലേ? ഇതൊക്കെ കണ്ടിട്ട് നിനക്കൊന്നും അനങ്ങാൻ വയ്യേ? ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.